എങ്ങനെ നമുക്ക് ഒരു ഓൺലൈൻ എക്സാം കണ്ടക്റ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അത് ഗൂഗിൾ ഫോംസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഓൺലൈനായിട്ട്, അതായത് ഡയറക്റ്റായിട്ട് സെർച്ച് എഞ്ചിന് ഗൂഗിൾ ഫോംസ് അടിച്ചാലും നമുക്കതിലൂടെ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അതിനായി ഫോംസ് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. അങ്ങനെ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ ആകാൻ കാണിക്കണത്, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ആയിരിക്കും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുക, ശേഷം അത് നമ്മൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ വീണ്ടും കാണുക. ഗൂഗിൾ ഫോംസും സർവേ ഹാർട്ടും, ഈ രണ്ടിലും നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സർവേ ഹാർട്ടിന് കുറച്ച് ഡാറ്റ ചിലവ് കൂടുതലാണ്, നല്ലോണം ഡാറ്റ വലിക്കും എന്നതുകൊണ്ട് നമ്മൾ ഗൂഗിൾ ഫോംസിലാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഗൂഗിൾ ഫോംസിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ 3 ബട്ടൺ ഉണ്ടാവും, അല്ലെങ്കിൽ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ 3 ബട്ടണിൽ നമ്മൾ ആവശ്യമുള്ള ഇമെയിൽ അഡ്രസ്സ് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിലേക്കാണ് നമ്മുടെ ഫീഡ്ബാക്കുകൾ ലഭിക്കുക എന്നതുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ശേഷം നമ്മൾ ന്യൂ ഫോംസിന് വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ, ഈ പ്ലസ് ബട്ടണിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത്, ഓൾറെഡി കുറേ ടെംപ്ലേറ്റ്സ് നമുക്ക് കിട്ടും. നമ്മൾ ക്രിയേറ്റ് ബ്ലാങ്ക് ഫോമാണ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മളെ ഏത് എക്സാമാണോ അത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ ക്ലാസ്, പിന്നെ കുറച്ച് സബ്ജക്റ്റ്, ഇതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ഇപ്പോൾ തൽക്കാലം ക്ലിക്ക് ചെയ്യരുത്. നമ്മൾ ആദ്യം വേണ്ടത് പ്ലസ് ബട്ടൺ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഷോർട്ട് ആൻസർ, ഇതിൽ നെയിം, ദെൻ ഒന്നുകൂടി ഷോർട്ട് ആൻസർ, ക്ലാസ് ആൻഡ് ഡിവിഷൻ. ഇത് നിർബന്ധമായിട്ട് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ, കിട്ടണം എന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കിലൂടെ റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ അതൊന്നും റേറ്റ് ചെയ്യാതെ തന്നെ ആളുകൾക്ക് അടുത്ത സെഷനിലേക്ക് പോകാൻ കഴിയും. ഇനി നമുക്ക് ഒരു കുട്ടിയിൽ നിന്ന് എന്തൊക്കെ കിട്ടണം അതൊക്കെ നമ്മൾ ഈ ഭാഗത്ത് ഇതുപോലെ ചെയ്യുക. ശേഷം നമ്മൾ നെക്സ്റ്റ് എക്സാമിലേക്ക് കിടക്കുമ്പോൾ പ്ലസ് നോക്കിയിട്ട് ആഡ് സെക്ഷൻ എന്നുള്ള ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു പുതിയ സെക്ഷനായിട്ട് നമുക്ക് കിട്ടും. ആ സെക്ഷനിൽ നമ്മൾ സബ്ജക്റ്റ് തന്നെ ഇവിടെ സയൻസ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ പ്ലസ് നിൽക്കുന്നു. ഷോർട്ട് ആൻസർ, ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഷോർട്ട് ആൻസർ, നമ്മൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മൾ റിക്വയർഡ് ആണെങ്കിൽ റിക്വയർഡ് കൊടുക്കുക. ക്വസ്റ്റ്യൻ ആൻസർ ആകുമ്പോൾ റിക്വയർഡ് കൊടുക്കണമെന്നില്ല, കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് ലോങ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ലോങ് ആൻസർ ഉപയോഗിക്കുക. ഇനി നമ്മൾ OMR ടൈപ്പ് ആണെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സിലാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്മളിവിടെ കൊടുക്കുന്നു. ശേഷം ആഡ് ഓപ്ഷനിൽ ഈ ഓപ്ഷൻ എ എന്നിട്ടിട്ട്, അതായത് എ എന്നിട്ടിട്ട് ആ ഓപ്ഷൻ അവിടെ കൊടുക്കുക. ബി എന്നിട്ടുള്ളത് ഓപ്ഷൻ കൊടുക്കുക. എത്ര ഓപ്ഷനാണോ അത് ഫുള്ള് ഫില്ല് ചെയ്താൽ മാത്രമേ അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ.
അങ്ങനെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത്. ഇതിൽ മാർക്ക് ചേർക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് വരും വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ ഇതിപ്പോൾ ഫുള്ള് മൾട്ടിപ്പിൾ ചോയ്സാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവും വൺ വേർഡ് ക്വസ്റ്റ്യന് അതുപോലത്തെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു. ശേഷം നമ്മൾ ചെയ്യേണ്ടത് സബ്മിറ്റ് എന്നുള്ള ഇവിടെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ നിൽക്കുക. ഇനി ഈ കുട്ടിയുടെ അല്ലെങ്കിൽ ഈ പരീക്ഷ എഴുതിയ അറ്റൻഡ് ചെയ്ത കുട്ടിയുടെ ഇമെയിൽ അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കുക. ലിമിറ്റ് 1 റെസ്പോൺസ്, ഒരു കുട്ടിക്ക് ഒരു വട്ടമേ റെസ്പോൺസ് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പരീക്ഷ ആയതുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതാവും ഉചിതം. ശേഷം എന്താണ്, റെസ്പോൺസ് കുട്ടികൾ കാണണം, അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രം ഒരു ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇനി റെസ്പോൺസ് കുട്ടി നമുക്ക് ആൻസർ സബ്മിറ്റ് ചെയ്തിട്ട് അത് തെറ്റ് തിരുത്താൻ കുട്ടിക്ക് ഒരു അവസരം വേണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പരീക്ഷയ്ക്ക് ആവശ്യമില്ലല്ലോ. ശേഷം നമ്മളെന്താ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ കോപ്പി ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് നമുക്ക് വിടാം. വാട്സപ്പിലേക്ക് നേരെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുമ്പോൾ ഇയർലി എക്സാമിനേഷൻ നമ്മൾ തൽക്കാലം കൊടുത്താണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം കൊടുക്കാം. ഞാൻ എൻ്റെ പേര് ഇസ്ലാം എന്ന് കൊടുത്തു. ക്ലാസ് 4th B. ശേഷം നമ്മൾ സെക്ഷൻ കൊടുത്തത് കൊണ്ടാണ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ വന്നത്. നെക്സ്റ്റ് കൊടുക്കുന്നു. ശേഷം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി, കേരളത്തിലെ 2ാമത്തെ തിരഞ്ഞെടുപ്പ്. ഇങ്ങനെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുന്നു. അത് നമുക്ക് എങ്ങനെ ലഭിക്കും എന്ന് നമുക്ക് എങ്ങനെ കുട്ടിയുടെ റെസ്പോൺസ്, ഇപ്പോൾ ഞാൻ അസ്ലം എന്ന് പറഞ്ഞാണ്ട് സബ്മിറ്റ് ചെയ്തത് എങ്ങനെ ലഭിക്കുമെന്ന് നോക്കാം. വീണ്ടും നമ്മൾ ഫോംസ് ആപ്പിൽ പോകുന്നു. ശേഷം ഗൂഗിൾ ഫോംസ് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഉണ്ടാക്കിയ ഇയർലി എക്സാമിനേഷൻ അതുണ്ട്, അതിൽ നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വ്യൂ റെസ്പോൺസ്. അങ്ങനെ നമ്മൾ റെസ്പോൺസിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടി അറ്റൻഡ് ചെയ്ത മാർക്ക് ഇവിടെ ഇൻഡിവിജ്വൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഏത് സമയത്താണ് കുട്ടി അറ്റൻഡ് ചെയ്തത്, നെയിം, ക്ലാസ്, അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഇങ്ങനെ എക്സൽ ഫോമായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് എന്നില്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് ഇടുക. ഗൂഗിൾ ഷീറ്റ് അടിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഗൂഗിൾ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഈ ആൻസർ വരികയും നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ഇവിടെ കാണും. അത് തൽക്കാലം നമ്മൾ വേണമെങ്കിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നീളം കൂടിയ നദി, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യണത്. ശേഷം നമ്മൾ ഈ 3 ഡോട്ട് കാണുന്നതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ളതിൽ സെൻഡ് എ കോപ്പി അല്ലെങ്കിൽ സേവാസും കൊടുക്കുക. സെൻഡ് എ കോപ്പി PDF ഡോക്യുമെൻ്റ് ഓക്കെ കൊടുത്തിട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ എവിടേക്കും വേണമെങ്കിൽ നമുക്ക് എന്താണ് സെൻഡ് ചെയ്യാം. അത് PDF ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ ലഭിക്കും. അങ്ങനെ നമുക്ക് ആൻസർ ലഭിക്കും. ഇവിടെ മാർക്ക് കിട്ടാൻ, അതായത് കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി, ഫസ്റ്റ് പാസ്സാണോ ഫെയിലാണോ എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് നോക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ വയ്യ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമ്മുടെ ഫോംസിൽ എന്തെങ്കിലും എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിലും നമ്മൾ ഫോംസ് ആപ്പ് എടുത്ത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ക്വസ്റ്റ്യനെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് എഡിറ്റ് ഫോം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്താൽ
നമുക്ക് ആദ്യം ചെയ്ത് വെച്ച രൂപത്തിലുള്ള ഫോംസ് നമുക്ക് കിട്ടും. അതിൽ എന്ത് എഡിറ്റിങ് വേണമെങ്കിലും നമ്മൾ നടത്തിയതിന് ശേഷം വീണ്ടും സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ലിങ്ക് ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരു എക്സാം നമുക്ക് നടത്താനുള്ള കോപ്പി ലിങ്കോ അല്ലെങ്കിൽ നേരിട്ട് വാട്സപ്പിലേക്കോ നമുക്ക് സെൻഡ് ചെയ്യാം.